കുരുടനെ വഴിതെറ്റിക്കരുത്. അത് രണ്ടു വശമുണ്ട്. ആത്മീകമായി അന്ധതയുള്ളവനെ ദുരുപദേശം പറഞ്ഞ് തെറ്റിക്കരുത്. വചനം അറിയാത്തവരുണ്ട്, വചനം പഠിക്കാൻ കഴിവില്ലാത്തവരുണ്ട്. അവരെ നീ ദുരുപദേശം പറഞ്ഞ് തെറ്റിച്ചാൽ നീ ശപിക്കപ്പെട്ടവനാ. സ്തോത്രം. അപ്പൊ കുരുടനെ വഴി തെറ്റിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാ. അത് തന്നെയാ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് കൊടുത്തിരിക്കുന്ന ഭാഗം. ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, ശാപം ഒന്നുകൊണ്ടാകരുത്. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുക, വേറൊരു സുവിശേഷമായിട്ട് വിപരീത ഉപദേശമായിട്ട് വന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാ. അതാ 1-ാം അധ്യായം. 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെയുള്ളവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുക്കരുത്. 2:4, ഗലാത്യർ 2:4. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. മോൻ കുഴപ്പമില്ല, വായിക്കുന്നുണ്ട് നന്നായിട്ട്. എന്നാലും ശുശ്രൂഷ ആയതുകൊണ്ട് കുറച്ചുകൂടെ പ്രായമുള്ളവർ വായിക്കുന്നത്, അല്ലെ പിള്ളേര് കളിയാകും. മോൻ കുഴപ്പമില്ല, നന്നായിട്ട് വായിക്കുന്നുണ്ട്. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. മോന്റെ പേരെന്നാ? ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഇത് കൺവെൻഷനും ശുശ്രൂഷയാകുമ്പോൾ കുറച്ചുകൂടെ പ്രായമുള്ളവർ വായിക്കുന്നതാ കുറച്ചുകൂടെ. ഇവരാരും വായിക്കുമെന്ന് തോന്നുന്നില്ല. ദൈവദാസൻ നന്നായിട്ട് വായിക്കുന്നുണ്ട്. ഇവരെല്ലാം നിങ്ങൾ വായിക്കുന്ന ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. അപ്പം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാലും ഒന്ന് വായിച്ചേ അടുത്ത വാക്യം. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കും. അപ്പോൾ അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തുവാൻ ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്ത വാക്യം. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ ബഹുവചനം അപ്പോസ്തലന്മാരാകുന്ന ഞങ്ങൾ അവർക്ക് ദുരുപദേശക്കാർക്ക് ആരാ? നുഴഞ്ഞു വന്നവർ. യൂദായുടെ ലേഖനം 3-ലും അങ്ങനെ നുഴഞ്ഞു വന്നെന്നാ വായിച്ചേ. യൂദാ 3 പെട്ടെന്ന്. യൂദാ 3. പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള രക്ഷ പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾ കരുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെടുത്തുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവിടെ നുഴഞ്ഞു വന്നിരിക്കുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഭാഗത്തും ദുരുപദേശക്കാർ നുഴഞ്ഞു കയറി വന്നിരിക്കുക. ഇങ്ങനെ നുഴഞ്ഞു വരുന്ന ദുരുപദേശക്കാർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുക്കരുത്. വായിച്ചേ ഇനി 2-ാം അധ്യായം 4-ാം വാക്യം. ഗലാത്യർ. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്ത വാക്യം. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. നിർത്തിക്കേ. പൗലോസ് പറയുകയാ, ഇങ്ങനെയുള്ള ദുരുപദേശം പഠിപ്പിക്കുന്നവർക്കും ദുരുപദേശം പറയുന്നവർക്ക് ഞങ്ങൾ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. നമ്മൾ അങ്ങനെയുള്ളവരെ വിളിച്ചാ യോഗം നടത്തുന്നത്. നമുക്ക് എങ്ങനെയാലും ആള് കൂടണം. ആള് കൂടുമ്പോ സ്വോത്രകാഴ്ച കിട്ടും. മിക്കവരുടെ ഉന്നമത. ഇത് ആള് കൂട്ടുന്ന മാർഗമല്ല, ഇത് ഉപദേശത്തിന്റെ മാർഗമാണ്. ഈ ദുരുപദേശക്കാര് പലരുണ്ട്. ഇപ്പം കൺവെൻഷനൊക്കെ നിങ്ങളെടുത്ത് ഉപദേശ ഐക്യമുള്ളവരെ അല്ലല്ലോ വിളിക്കുന്നത്. 1-ാം ദിവസം വന്ന പുള്ളി തള്ളി തടയിടുന്നവൻ, 2-ാം ദിവസം വന്ന പുള്ളി ഇതിനെതിര് പറയുന്ന ആള്, 3-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു വീഴുന്നവർക്ക് വീഴാം, വീഴാണ്ടാത്തവർക്ക് വീഴണ്ട. 4-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞ് ആര് വീണാലും ഞാൻ വീഴുകയല്ല, എന്നെ ഏൽപ്പിച്ച കാര്യം പറഞ്ഞു വെച്ച് പോവാ. 4 പേരുടെയും ഫോട്ടോ ഉണ്ട്.
വരുന്ന വിശ്വാസികൾ അന്തം പെടുക, ഇതിലേതാ ശരി? ഉപദേശ ഐക്യമില്ലല്ലോ. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പറ. നമ്മൾ കൺവെൻഷൻ നടത്തുന്നത് ഉപദേശ ഐക്യമൊന്നുമല്ല. ആ പുള്ളി ഇളക്കും, നമുക്ക് പുള്ളിയെ, മറ്റേ പുള്ളി വെട്ടും. അതുകൊണ്ട് നമുക്ക് പുള്ളിയെ, മൂന്നാം ദിവസം വരുന്ന പുള്ളി താങ്ങും, നമുക്ക് പുള്ളിയെ. നിങ്ങൾ എന്നെ ഇങ്ങനെ ഇരിക്കുന്നേ യോടി. എടാ, യോഗം നടത്തുമ്പം പെന്തിക്കോസിനൊരു ഉപദേശമുണ്ട്. ആ ഉപദേശ ഐക്യമില്ലാത്തവനെ വിളിക്കരുത്. ഉദാഹരണം, ഒന്നാം ദിവസം വന്ന പുള്ളി പറഞ്ഞു സ്വർണം ഇടുന്നതുകൊണ്ട് കുഴപ്പം ഇല്ല. രണ്ടാം ദിവസം വന്ന പുള്ളി പ്രസംഗിക്കുക ഒരു കാരണവശാലും ഇടരുത്. മൂന്നാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഇടേണ്ടവർക്ക് ഇടാം, ഇടേണ്ടാത്തവർക്ക് ഇടണ്ട. നാലാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയെ ഇടത്തില്ല, നിങ്ങൾക്ക് വേണേ ഇടാം, ആസ് യു ലൈക്ക്. ഇതാണോ പെന്തിക്കോസ്? നിങ്ങൾ പറ, ഞാൻ എഴുന്നേക്കാം. ഇതാണോ പെന്തിക്കോസ്? നിങ്ങൾ പറ. എല്ലാം സെന്ററിന്റെ മെയിൻ ആൾക്കാരല്ലേ? അതാണോ? ഇതിനൊരു ഉപദേശം വേണ്ടേ? ഇതിനൊരു പ്രമാണമില്ലേ? അവസാനം കൺവെൻഷന് വന്ന ആൾക്കാര് ചിത്തിരിപ്പുണ്ടായി പിരിഞ്ഞും പോയി. കൂടെ നിന്ന രണ്ട് സഭ ഇപ്പം താങ്കുവിന്റെ കൂടെ. ഒരു കൺവെൻഷൻ നടത്തിയപ്പോൾ രണ്ട് സഭ, രണ്ടെണ്ണം താരുവിന്റെ കൂടെ, ഒരെണ്ണം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ. ഇതാണോ ഉപദേശം ഐക്യം വേണ്ടേ? ഇതിനൊരു ഉപദേശമുണ്ട്, വേണം, അത് പറയണം. അപ്പൊ യോഗം നടത്തുമ്പോൾ ഉപദേശ ഐക്യമുള്ളവരെ വിളിക്കണം. അല്ല, അവൻ കുറെ കാശ് തന്ന അവനോട് ഇച്ചിരി സമയം കൊടുത്തേക്കാണ് പറഞ്ഞ അവൻ അവന്റെ വിഷം ഇറക്കി വെച്ച് പോവും. നമ്മുടെ കൺവെൻഷന് വേണ്ടി പുള്ളി കാശ് തന്നതാ, അതുകൊണ്ട് നമുക്ക് പുള്ളിക്ക് സമയം കൊടുക്കാതിരിക്കാൻ. പിന്നെ അവനെങ്ങാണ്ടെല്ലാം പോയി ഏതാണ്ട് കൊന്തറാക്കൊള്ളി ഒപ്പിച്ചേച്ച് ഉപദേശമാണെന്ന് പറഞ്ഞ് ഇല്ല അങ്ങോട്ട് തെങ്ങത്തോട്ടത്തിൽ പോയിരുന്ന അഭിഷേകം പ്രാപിച്ചെന്ന്. അവിടെ ചെന്നപ്പോ പ്രവചനം പഠിപ്പിക്കുന്നോ? ഉപദേശമുണ്ട്. ഇതിന്റെ പ്രധാന ഉപദേശം മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അടുത്തത് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ഇതാ ഇതിന്റെ ഉപദേശം. പിന്നെ അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കാതെ തന്നെ സെക്രട്ടറി ആക്കരുത്, കമ്മിറ്റിയിലും കേൾക്കരുത്. അവനോടെങ്ങാനും വന്നിരുന്നോളും. സെക്രട്ടറി ആ കുന്തമാണെന്ന് പറഞ്ഞ് രണ്ട് പേനായി ബുക്കോട്ടവന്റെ വരവൊക്കെ ഒന്ന് കാണും. ഇതാണ് സെക്രട്ടറി. ആരുടെ? എന്നാ എടീ, അഭിഷേകം പ്രാപിക്കണം. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ യെരൂശലേം വിട്ടുപോകരുത്. കാത്തിരുന്ന വിശുദ്ധന്മാരുടെ മേല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിയത് ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയത് പോലെ അന്യഭാഷകളെ സംസാരിച്ചു തുടങ്ങി. ഇത് നിന്റെ ഉപദേശം, പെന്തിക്കോസ് ഉപദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വരുമ്പോ പറയാ ഉണ്ടെന്ന്, അവിടെ ചെന്ന് പറയാ നിന്നെന്ന്. അവനെയാ നമ്മൾ വിളിച്ച് യോഗം നടത്തുക. ഇവിടെ പറഞ്ഞു ഉണ്ടെന്ന്, അവിടെ ചെന്ന് പറഞ്ഞു. നമ്മുടെ അവിടെ വരുമ്പോ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പ്രസംഗിക്കും, അവിടെ ചെല്ലുമ്പോ കടും കളറിട്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഒന്നും?
തരം കിട്ടുന്നിടത്ത് പാർക്കുന്ന ഒരു വാക്യമുണ്ട്. ഇവിടെ വരുമ്പോ വചനം പറയും, അവിടെ ചെല്ലുമ്പോ പറയാം ആർക്ക് വേണമെടാ വചനം. കുമ്പനാട്ട് പറയും വചനം വേണമെന്ന്, കുമ്പനാട്ടി നിറയെ കഴിയും പറയും ആർക്ക് വേണം വചനം, ആത്മാവ്. ഞാൻ പറയുന്ന കാര്യം പിടികിട്ടുന്നുണ്ടോ ജോയ്ക്കുട്ടി? കുമ്പനാട്ട് വരുന്നു പറയുമ്പോ മനസ്സിലാക്കും ഇവിടെ വചനം പറഞ്ഞെങ്കില് അവിടെ വരുമ്പോ ഭയങ്കര ഉപദേശം. ഇത് കഴിഞ്ഞ ചപ്പറ ചെല്ലുമ്പോ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാ? അതോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ഇത് ഉപദേശമാ. ഉപദേശി ഐക്യം വേണം. തീർത്തെന്നാ പറയാത്ത ആവരണം ഇടണ്ടോ ഇടണ്ടോ തീർത്ത് പറയണ്ടേ? മിണ്ടുന്നില്ലല്ലോ. എങ്ങനെ നേതാക്കന്മാര് എങ്ങനെ പറയാൻ? അവരുടെ പിള്ളേരെല്ലാം ഇടാൻ തുടങ്ങി. മക്കളും കൊച്ചുമക്കളും അല്ല അമേരിക്കയിലും കാനഡയിലും ഒക്കെ ചെന്ന് ഇടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ജോയ്ക്കുട്ടിക്ക് പിടികിട്ടുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ, അതറിഞ്ഞാ മതി. പിന്നെങ്ങനെ അവരിവിടെ തീർത്ത് ഉപദേശം പറയാന്നേ? ഇവിടെ ഒന്ന് ഉപദേശം പറഞ്ഞാൽ ചങ്ങോട്ട് ചെല്ലുമ്പോ കൊച്ചുങ്ങൾ ഏറ്റും കാക്കത്തറ്റാല് കാണും കൊച്ചുങ്ങളുടെ കയ്യില്. ഈ സമയം നിർത്തണോ? ഇപ്പൊ നിർത്തണോ? പറ. ഇത് ഉപദേശ വിഷയമാണ്. ഇതിന് വില കൊടുത്തവരുണ്ട്, പങ്കപ്പാട് സഹിച്ചവരുണ്ട്, ആക്ഷേപം കേട്ടവരുണ്ട്, നിന്ന സഹിച്ചവരുണ്ട്, അപമാനം സഹിച്ചവരുണ്ട്, പോരാട്ടങ്ങളിൽ കൂടി കടന്നു പോയവരുണ്ട്. അവരെ സഹിച്ച് പിടിച്ചു നിന്ന ഈ മാർഗത്തിലവർ നിന്നത്. കല്ലുണ്ടു മുള്ളുണ്ടു കാഠിന്യമാം പള്ളും സഹിക്കണം നാമിനിയും. കല്ലുണ്ടു മുള്ളുണ്ടു കാഠിന്യമാം പള്ളും സഹിക്കണം നാമിനിയും. ഉള്ള വെളിച്ചത്ത് കൊള്ള ചെയ്തിടുന്ന, ഉള്ള വെളിച്ചത്ത് കൊള്ള ചെയ്തിടുന്ന കള്ള സഹോദര ഉള്ളതിനാൽ വേഗം, കള്ള സഹോദരരുള്ളതിനാൽ വേഗം പോകാം ഇനി നമുക്ക്. പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. പോകാം ഇനി നമുക്ക്. പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. ഓ നാടില്ല വീടില്ല കൂടുമില്ല, കൂടെ വാരാനേറെ ആളുമില്ല. നാടില്ല വീടില്ല കൂടുമില്ല, കൂടെ വാരാനേറെ ആളുമില്ല. മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ, മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവായനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്. ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക് പോകാം ഇനി നമുക്ക്. പോകാമിനി ഓ കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. പോകാം ഇനി നമുക്ക്. പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ദൈവത്തിന് സ്തോത്രം. ഇത് ഉപദേശമാണ്. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം, ശക്തമായ വേർപാട്, വേർപാടിന്റെ ഉപദേശമാ. ഇതിപ്പം വേർപാടിന്റെ ഉപദേശം പറയുന്നവരെ ഒന്നും വിളിക്കത്തില്ലല്ലോ. എല്ലായിട്ടും ഉഴപ്പിത്തല്ലുകയല്ലേ. എന്തും ചെയ്യാം, എവിടെയും പോകാം. സ്തോത്രം. സൺഡേ ഇവിടെ വരണമെന്നേ, രാവിലെ പള്ളിയിൽ പോകാം, സൺഡേ ഇവിടെ 28 കെട്ടിന് പോകാം, മാമൂലുസായിക്ക് പോകാം, ആണ്ടിയാത്തിന് പോകാം, പൊന്നാട അണിയിക്കാം, നിലവിളക്ക് കൊളുത്താം, ഒക്കെ കൊണ്ട് കൊടുക്കാം.
ഷാളിടുമല്ലോ. 50-ാം വർഷം, 75-ാം വർഷം, സിൽവർ, പിന്നെ ഗോൾഡൻ. ദൈവത്തിന് മഹത്വം. ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്ന തെറ്റെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് പാടില്ല. ഇതൊക്കെ ഉപദേശ വിഷയങ്ങളാ. ഇതൊക്കെ നമ്മൾ പറഞ്ഞോണ്ട് പറയും അയാൾക്ക് വിവരമില്ലെന്ന് പറയും. ഇയാളെ ആരാടാ വിളിച്ചത്? ഇയാൾക്ക് വിവരമില്ലെന്ന്. സ്തോത്രം. അല്ല, എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാണെന്നാ എഴുതിയേക്കുന്നേ. എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാ. ഉപദേശമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ദുരുപദേശം പറയുന്നവർക്ക് ഒരു നാഴിക പോലും ഞങ്ങള് വഴങ്ങിക്കൊടുത്തില്ലെന്നാ പൗലോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പറയാം, ക്രിസ്തുവേശുവിനെ ഇത്ര സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ വന്നപ്പോൾ പൗലോസ് പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതെല്ലാം വെറുതെ ആയോ എന്ന് എനിക്കിപ്പോ ഭയമാ. കാരണം നിങ്ങളിപ്പോ ഒത്തിരി ആചാരവും അനുഷ്ഠാനവും മാമൂലും ഒക്കെ ഇപ്പം തുടങ്ങി. എനിക്ക് പേടി വരുന്നു നിങ്ങളുടെ പോക്കും രീതിയൊക്കെ കണ്ടിട്ട്. 5-ാം അധ്യായത്തിൽ പറയുക, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. സ്തോത്രം. ജഡത്തിന്റെ പ്രവർത്തികളെയെല്ലാം വിടണം. ആത്മാവിന്റെ ഫലവും ജഡത്തിന്റെ പ്രവർത്തികളും. ആത്മാവിന്റെ ഫലം അത് ജീവിതത്തിൽ കാണണം. ഇപ്പം വരമുണ്ട്, പക്ഷെ ഫലമില്ല. എല്ലായിടത്തും വരമുണ്ട്, ഫലമില്ല. അത് ശരിയല്ല. വരവും വേണോ, ഫലവും വേണം. ശരിയായ ആത്മാവാണെങ്കിൽ ഫലം ഉണ്ടാകും. ആത്മാവിന്റെ ഫലം. ഇന്ന് വരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കൃപാവര പ്രാപ്തന്മാർ, സുപ്രസിദ്ധ കൃപാവര പ്രാപ്തന്മാർ, അങ്ങനെയൊക്കെയല്ലേ നോട്ടീസ്. ലോകപ്രശസ്ത സുവിശേഷകൻ, ലോകപ്രശസ്ത കൃപാവര പ്രാപ്തൻ, പ്രവാചകൻ, ഇന്നയാള്. അതൊക്കെ നല്ലതാ. ഇംഗ്ലീഷ് ദൈവത്തിന്. അപ്പോഴേ വരപ്രാപ്തന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു നോട്ടീസ് കണ്ടിട്ടില്ല ഫലപ്രാപ്തനായ കർത്തൃദാസൻ. എല്ലാം വരപ്രാപ്തന്മാരെയാ. കൃപാവരപ്രാപ്തന്മാർ ശുശ്രൂഷിക്കുന്നു. ഇന്ന് വരെ ഒരു നോട്ടീസ് ഞാൻ കണ്ടിട്ടില്ല ആത്മാവിന്റെ ഫലപ്രാപ്തന്മാർ ശുശ്രൂഷിക്കുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. അത് ആദ്യത്തെ ഫലമാ സ്നേഹം. 2 സെന്ററുകാർ തമ്മിൽ മിണ്ടുകയല്ല. ഇവിടുത്തെ കാര്യമല്ല, ഞാൻ പൊതുവില്ല. ഏരിയ തിരിച്ചിട്ടിരിക്കല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് ഒരുത്തം പറഞ്ഞ് കയറിയ കുതികാല് വെട്ട് വന്നു. പണ്ട് കോടതി തർക്കം ചെന്ന് കോടതി വക്കീൽ അറിയത്തില്ല, ജഡ്ജിക്ക് അറിയത്തില്ലല്ലോ. തർക്കം ചെന്ന്, എന്നാ തർക്കം? സാറേ, എൻ്റെ ഡിസ്ട്രിക്റ്റിൽ കയറി ഇവൻ പ്രവർത്തിച്ചെന്ന്. എൻ്റെ ഡിസ്ട്രിക്റ്റിൽ. അപ്പം പുള്ളി ചോദിച്ചു, ഏതാ ഡിസ്ട്രിക്റ്റ്? എൻ്റെ ഡിസ്ട്രിക്റ്റ് കായംകുളം ഡിസ്ട്രിക്റ്റ്. ജഡ്ജി അന്തം പെട്ടു. അങ്ങനെ ഒരു ഡിസ്ട്രിക്റ്റ്? നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാ? എൻ്റെ ഡിസ്ട്രിക്റ്റ് മാവേലിക്കര ഡിസ്ട്രിക്റ്റ്. അപ്പം നിയമജ്ഞനായ അദ്ദേഹം പറഞ്ഞ്, ഇത് 2 ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട സ്ഥലങ്ങളാണല്ലോ, മാവേലിക്കര. അപ്പം വാദി പ്രതിയായി. പുള്ളി ചോദിച്ചു, ഗവൺമെന്റ് അറിയാതെ നിന്നോട് ആര് പറഞ്ഞു ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കാൻ? അത് മന്ത്രിസഭ എല്ലാം കൂടെ കൂടിയിരുന്ന് അവര് ഏകകണ്ഠമായിട്ട് തീരുമാനമെടുക്കേണ്ടതല്ലേ, ചുമതലപ്പെട്ടവര്. അവരറിയാതെ നിങ്ങളോട് ആര് പറഞ്ഞ്? അതിന് വേറെ കേസ്. അങ്ങ് ഡിസ്ട്രിക്റ്റാ. എന്താ? അയ്യോ, വരമല്ല വിഷയം, ഫലമാ. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം. വരുവിനിവിടെ മധുരമുള്ള പലകരമുണ്ട്, അതൊരുമയോടെ വാങ്ങി തിന്നാൽ പരമവായുണ്ട്. വരുവിനിവിടെ മധുരമുള്ള പലകരമുണ്ട്, അത് ഒരുമയോടെ വാങ്ങി തിന്നാൽ പരമവായുണ്ട്. പാടാൻ നേരമില്ല. അപ്പൊ ആത്മാവിന്റെ ഫലം അത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. വിവരിക്കുന്നില്ല. 5-ാം